ലോകത്താകമാനം പുതിയ പലതരം കോഴ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പല ട്രസ്റ്റിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളും ഇന്നത്തെ കാലത്തിന് യോഗ്യമായ ഒരുപാട് കോഴ്സുകൾ തുടങ്ങുന്നുണ്ട്. നമ്മുടെ TKM ട്രസ്റ്റൊക്കെ വ്യത്യസ്തമായ പല കോഴ്സുകൾക്കും സർക്കാരിലേക്ക് അനുമതി തേടിയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ലോകത്ത് ഒരു യൂണിവേഴ്സിറ്റിയും പഠിപ്പിക്കാത്ത പുതിയ ഒരു കോഴ്സ് ആരംഭിക്കുന്നതിനുള്ള പ്രായോഗിക പരിശീലനം കഴിഞ്ഞ ദിവസം MSM കോളേജ് തുടങ്ങാൻ തീരുമാനിച്ചു. അതിൻ്റെ ട്രസ്റ്റ് മീറ്റിങ്ങിൽ അതിൻ്റെ ട്രയലും അതുപോലെ തന്നെ പൈലറ്റ് സ്റ്റഡിയും നടന്നു. കോഴ്സിൻ്റെ പേര് 5 വർഷം നീണ്ടു നിൽക്കുന്ന BAയും MAയും ചേർത്തുള്ള ഇൻ്റഗ്രേറ്റഡ് പഞ്ചഗുസ്തി ആൻഡ് ജിംനാസ്റ്റിക്സ് കരാട്ടെ, ഇതെല്ലാം കൂടി ചേർത്തുള്ള കോഴ്സാണ് പുതിയതായി തുടങ്ങാൻ പോകുന്നത്. അതിൻ്റെ ഉപജ്ഞാതാവ് സർവാദരണീയനായ സമാദരണീയനായ ഈ കലകൾക്ക് വളരെ കഴിവ് തെളിയിച്ച പ്രാഗൽഭ്യം തെളിയിച്ച ഹിലാൽ ബാബു സാറാണ് അതിൻ്റെ ഉപജ്ഞാതാവ്. ബാക്കിയുള്ള ട്രസ്റ്റ് അംഗങ്ങൾ ആ കോഴ്സിൻ്റെ മറ്റ് ഘടകങ്ങൾ സമൂഹത്തിന് മുന്നിൽ പൂർത്തിയാക്കി. കലക്കി ഹിലാൽ ബാബു സാറേ. PK കുഞ്ഞ് സാഹിബിൻ്റെ പേര് എല്ലാ കാലത്തും ഓർക്കത്തക്കവണ്ണം വളരെ യോഗ്യവും പരമ അന്തസ്സോടെയും കൂടിയാണ് അങ്ങ് പുതിയ കോഴ്സ് തുടങ്ങാൻ പോകുന്നതെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂനപക്ഷ സ്ഥാപനങ്ങളിൽ മുസ്ലിങ്ങൾക്ക് അലങ്കാരമായി കിട്ടിയത് എന്ന് എപ്പോഴും എണ്ണി പറയുന്ന അല്ലെങ്കിൽ മറ്റിതര ആളുകൾ നിങ്ങൾക്കുമില്ലേ എന്ന് ചോദിക്കുന്ന ഒരു കോളേജാണ് MSM കോളേജ്. കായംകുളത്തെ ഒരു കാലത്തെ ധനകാര്യമന്ത്രിയൊക്കെ ആയിരുന്ന PK കുഞ്ഞ് സാഹിബിൻ്റെ ആ കാർമ്മികത്വത്തിൽ തുടങ്ങിയ ഈ കോളേജ് ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ സമീപസ്ഥനായ എനിക്ക് സന്തോഷം കൊണ്ട് വല്ലാത്ത ആഹ്ലാദവും അതുപോലെ തന്നെ എന്തെന്നില്ലാത്ത പൂടാഞ്ചവും ഒക്കെ ഉണ്ടായി പോകുന്നതിൽ എല്ലാവരും ക്ഷമിക്കണം. കാരണം എല്ലാ യൂണിവേഴ്സിറ്റികളും പല പുതിയ കോഴ്സുകളൊക്കെ തേടുമ്പോൾ ഇന്നത്തെ യോഗ്യതയ്ക്കും ഹിലാൽ ബാബു സാറിൻ്റെ വളരെ തീക്ഷ്ണമായ ബുദ്ധിയും കഴിവും തന്ത്രവുമൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള ഈ പഞ്ചവത്സര ഗുസ്തി ജിംനാസ്റ്റിക്സ് ആൻഡ് കരാട്ടെ എല്ലാം കൂടി ചേർത്തുള്ള പുതിയ കോഴ്സ് നല്ല യോഗ്യമാണ്. അങ്ങേപ്പോലെ ഒരാളിൻ്റെ കാലഘട്ടത്തിൽ തന്നെ തുടങ്ങേണ്ടതാണ്. അങ്ങ് അതിന് ഏറ്റവും ഉചിതനായ ആളുമാണ്. ഏതായാലും ആ കോഴ്സിൻ്റെ വിവിധ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. MSM ട്രസ്റ്റിൽ ഈ കോഴ്സിൻ്റെ പൈലറ്റ് സ്റ്റഡി നടന്നു. ആ പൈലറ്റ് സ്റ്റഡിയിൽ പങ്കെടുത്തത് ബാക്കി ട്രസ്റ്റ് അംഗങ്ങളാണ്. അവരെ കുറ്റം പറയാനാവില്ല. കാരണം എത്രയോ വർഷങ്ങളായി സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുകയാണവർ. ഇനിയിപ്പോൾ ക്ഷമിച്ചിട്ട് കാര്യമില്ല. ഇത്തരമൊരു കോഴ്സ് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് മുമ്പ് ഹിലാൽ ബാബു സാറുമായി തന്നെ നേരിട്ട് നടത്തേണ്ടത് അനിവാര്യമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവരെത്തിപ്പെട്ടിരിക്കുന്നത്. PK കുഞ്ഞ് സാഹിബിന് 4 മക്കളാണെന്നാണ് എൻ്റെ അറിവ്. 3 ആൺമക്കളും ഏക മകളുമാണ്. ഏക മകൾ ഈയിടെ DGPക്ക് ഒരു പരാതി കൊടുത്തു. എന്തിനാണെന്നല്ലേ, മറ്റൊന്നിനുമല്ല. ഈ ഏക മകളെ ബുദ്ധിമുട്ടിക്കാതെ അവരെങ്ങ് ഒപ്പിടാതെ നമ്മുടെ PK കുഞ്ഞ് സാഹിബിൻ്റെ മേൽനോട്ടത്തിലുള്ള സംഗതികളും സ്ഥാപനങ്ങളുമൊക്കെ വളരെ സുഖകരമായി ആരൊക്കെയോ ഒപ്പിട്ട് ഈ ഹിലാൽ ബാബു സാറിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് കൊടുത്തതിൻ്റെ ദുഃഖമാണ് സഹോദരി പ്രകടിപ്പിച്ചത്. ഏതായാലും ഗംഭീരമായ ലേലം വിളിയും നമ്മൾ സാധാരണ ഇന്നത്തെ നാടൻ ചന്തകളിൽ പോലും കാണാത്തത്രയും കഴിവും കരവിരുതുമൊക്കെയാണ് ആ ചന്തയുടെ നായകനായ ഹിലാൽ ബാബു സാറ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. 2031 വരെയുള്ള വേക്കൻസികളിലേക്കൊക്കെ കാശ് ധാരാളം വാങ്ങിച്ചു കഴിഞ്ഞു. കെമിസ്ട്രിക്കൊക്കെ ഈ അടുത്ത സമയത്ത് വാങ്ങിച്ചത് ഏതാണ്ട് 3/4 കോടിയാണെന്നാണ് പറയുന്നത്. അവർക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം സമയമാവുമ്പോൾ മറ്റൊരാൾ ഒന്നുമായി വന്നാൽ ഈ 70 തിരിച്ചു കൊടുക്കുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ അതിനുമെടുക്കും 10 വർഷം.
മിണ്ടാൻ കഴിയില്ല. പിന്നെ അതുകൂടാതെ സ്കൂളിൻ്റെ നോൺ ടീച്ചിങ് സ്റ്റാഫിനെ വിറ്റതിലും 30-നടുത്ത് ഒക്കെയുള്ള കച്ചവടമാണ് വളരെ ഗംഭീരമായി പൊടിപൊടിക്കുന്നത്. തീർന്നില്ല, ദേശീയപാതയ്ക്ക് സ്ഥലമെടുത്തപ്പോൾ 3,56,00,000 രൂപ ട്രസ്റ്റിന് കിട്ടി. അതിൽ 56 ലക്ഷം രൂപയുടെ മതിലിൻ്റെയോ മറ്റോ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് നൽകിയതെന്നാണ് പറയുന്നത്. ആ മതിലിൻ്റെ അവസ്ഥയും സാക്ഷാൽ അവിടെ അടക്കിയിരിക്കുന്ന PK കുഞ്ഞുസാഹിബിൻ്റെ അവസ്ഥയുമൊക്കെ അദ്ദേഹത്തിൻ്റെ രക്തത്തിലൊന്നും പെടാത്ത എന്നെപ്പോലുള്ള ഒരു സാധു ഒരു കാലത്ത് വിളിച്ചു കൂവിയതുകൊണ്ട് അദ്ദേഹം ഒരു ചെറിയ അരമതിലൊക്കെ കെട്ടി. അപ്പുറത്ത് നിന്നാലും ഇപ്പുറത്ത് നിന്നാലും സുഖമായി കാണാവുന്ന രീതിയിലുള്ള സുതാര്യമായൊരു മതിലാണ് അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളത്. ഇനി അതിനേക്കാൾ താഴ്ത്തി ലോകത്താർക്കും ഒരു മതിൽ കെട്ടാനാവില്ല. ബാക്കി 3 കോടിയാകട്ടെ എങ്ങാണ്ടോട്ടൊക്കെ പോയത്രേ. കല്യാണമൊക്കെ ഗംഭീരമാക്കി എന്നാണ് അരമന രഹസ്യം. അങ്ങാടിയിൽ പാട്ടും അതുതന്നെയാണ്. പിന്നെ ഈ ട്രസ്റ്റിലുള്ള 7-8 പേർ പല കാരണങ്ങളാൽ ഒഴിവ് വന്നു. ഈ ട്രസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഒരു ആലങ്കാരിക പദവിയാണ്. സാക്ഷാൽ ഹിലാർ ബാബു സാറിനെ പോലെ മാജിക്ക് പഠിച്ച ഒരാൾ നയിക്കുമ്പോൾ ട്രസ്റ്റ് അംഗങ്ങൾക്കൊന്നും വലിയ ജോലിയൊന്നുമില്ല. അവരാരും കാശെണ്ണുകയോ റിക്രൂട്ട്മെൻറ്റിൻ്റെ തലവേദന പിടിക്കുകയോ മാനേജ്മെൻറ്റ് സീറ്റ് വിൽക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ട് തലവേദന ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യണ്ട. ആ ത്യാഗമെല്ലാം ഹിലാൽ ബാബു സാർ തന്നെ നേരിട്ട് സഹിക്കും. വയ്യെങ്കിലും അത് വിട്ടുകൊടുക്കാൻ അദ്ദേഹം തയ്യാറല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ത്യാഗോജ്വലമായ ഒരു പോരാട്ടമാണ്. ഈ ഒഴിവ് വന്നതിൽ ഒരെണ്ണം ആദ്യം തന്നെ ലണ്ടനിലോ മറ്റോ പഠിക്കുന്ന ഒരു മകനെ കയറ്റിയത്രേ. പിന്നെ 6 ഒഴിവുണ്ടായിരുന്നു. ആ 6 ഒഴിവ് ട്രസ്റ്റ് യോഗം ചേർന്നപ്പോൾ ആളുകൾ പേര് പറഞ്ഞ് ആ 6 അങ്ങെടുത്തു. അതെഴുതിയ പുക്കുമൊക്കെയായി വീട്ടിൽ ചെന്നപ്പോഴാണ് ഭൂകമ്പം ഉണ്ടായത്. അപകടം മണത്തു. ഈ കയറിയിരിക്കുന്നവരാരും നമ്മുടെ ഹിലാൽ ബാബു സാറിൻ്റെ ഈ ഉജ്ജ്വലമായ ത്യാഗവും കഷ്ടപ്പാടും തിരിച്ചറിയുന്നവരല്ല. അദ്ദേഹം അടിയന്തരമായി വീണ്ടും യോഗം വിളിച്ചു. താൻ തന്നെ എഴുതിയ സംഗതികളും മറ്റുമൊന്നും അംഗീകരിക്കാനാവില്ല എന്നതായിരുന്നു നിലപാട്. അവിടെയാണ് ഈ പഞ്ചഗുസ്തിയുടെ പരിശീലനം നടന്നത്. പുസ്തകം ഡ്രൈവർ ഓടി കാറിൽ കൊണ്ടുവച്ച് അങ്ങ് കൊണ്ടുപോയിട്ടുണ്ട്. ഏതായാലും ഗംഭീരമായ ഈ കോഴ്സ് പ്രായോഗികമായി ഇനി കോളേജിലും ട്രസ്റ്റ് അംഗങ്ങളും പഠിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ കാത്തിരിക്കുകയാണ് ഞാനും.